പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യം കോടാനകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മോളി ജോൺ. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. 2019 ആദ്യമായിട്ട് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കൃപാസനം എന്ന പേര് അങ്ങനെ ഒരു ധ്യാനം എന്നത് കണ്ട ഉടനെ തന്നെ ഞാൻ വിചാരിച്ചു, എന്താ ഈ കൃപാസനം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ എന്തോ ഒരു ഹിന്ദു നെയിം പോലെയാണ് ഫസ്റ്റ് എനിക്ക് തോന്നിയത്. ഞാൻ ചെന്നൈയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്താണ് വിട്ടത്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെയും അത് അപ്ലോഡായി കിടക്കുക. അപ്പം ഞാൻ പിന്നെ അത് വീണ്ടും ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ ഇങ്ങനെ ധ്യാനം പറയുന്നത് ഞാൻ കേൾക്കാൻ തുടങ്ങിയപ്പോൾ മാതാവിനെ കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഞാൻ ജോസഫ് അച്ഛനെ കുറിച്ച് ഞാൻ വിചാരിച്ചത്, അച്ഛൻ ഇതുപോലെ കുറേ അച്ഛന്മാരൊക്കെ ഇതുപോലെ മാതാവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, വെറുതെ ആണെന്ന് തോന്നുന്നു എന്ന് വിചാരിച്ചിട്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാതാവിനെയും ഈശോയിനെയും. പക്ഷേ കുറേ പേരിങ്ങനെ മാതാവിനെ കുറിച്ച് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഓരോ ധ്യാനമൊക്കെ കുറിച്ച് പറയുന്നത് വിചാരിച്ചിട്ട് ഞാൻ അതിനെ സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ അറിയാതെ തന്നെ എന്നെ എന്തോ ഒന്ന് സ്പർശിക്കുകയാണ്, അത് വീണ്ടും നോക്കുമെന്ന്. അപ്പം ഞാൻ പിന്നെ ആ അച്ഛൻ്റെ ആ ടോക്കെല്ലാം ഫുള്ളും ഇങ്ങനെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുക. എനിക്ക് ഈ ഉടമ്പടി എന്താണെന്നോ ആ ഉപ്പ്, തേന്, തൈലം ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഉടമ്പടി എന്താ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്ക് മാതാവ് എന്തോ ഒരു സംരക്ഷണം തരുന്നത് പോലെ എനിക്കെന്തോ ഒരു വൈബ്രേറ്റ് ആകുന്നു, വീണ്ടും നോക്കുമെന്ന്. അപ്പോൾ പിന്നെ ഉടമ്പടി എന്താണെന്ന് ഞാൻ നോക്കാൻ തുടങ്ങിയപ്പോൾ ആ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ പാപങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, പാപം ചെയ്തില്ലെങ്കിൽ ഈ 6 നിയോഗങ്ങൾ നടക്കുമെന്ന് അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടു. എന്താണ് ഈ പാപങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ 14 പാപങ്ങളെന്തോ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ മദ്യപിക്കാൻ പാടില്ല, വ്യഭിചാരം ചെയ്യാൻ പാടില്ല, അസൂയ പാടില്ല, കോപം പാടില്ല, ഇതൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പം ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ജീവിച്ചാൽ നമുക്ക് ഈ 6 നിയോഗം, എനിക്ക് ഈ 6 നിയോഗത്തിലോട്ടല്ല ഈ പാപം ചെയ്യാതെ ജീവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ പാപങ്ങളൊക്കെ ചെയ്യാതെ തന്നെ എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക ഈ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ, അമ്മയെ പരിശുദ്ധ അമ്മയെ ദൈവം മാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു. അമ്മയെ പരിശുദ്ധ അമ്മയെ ദൈവം മാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുക. ഈ പ്രാർത്ഥന ഇതെന്താ പ്രാർത്ഥന, അങ്ങനെ ആലോചിക്കുക ഞാൻ. ഈ 2007 ഇതൊക്കെ ഈ ഡേറ്റൊക്കെ എന്തിനാന്ന് പറഞ്ഞിട്ട്, ശരി എന്തായാലും അച്ഛൻ പറഞ്ഞ പ്രാർത്ഥനയല്ലേ, ഇതിൽ അമ്മ കൊടുത്ത പ്രാർത്ഥനയല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അതിനെ കാണാതെ പഠിക്കാൻ തുടങ്ങി. നമുക്ക് എവിടെയെങ്കിലും പോയാൽ ഈ പേപ്പർ മിസ്സായാൽ നമുക്കത് ചൊല്ലാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അമ്മയോടുള്ള കൂടുതൽ ഇഷ്ടം കാരണം ഈ പ്രാർത്ഥന ഞാൻ കാണാതെ പഠിച്ച് ഫുള്ളും എവിടെ പോയാലും ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും റൂമിൽ പോകുമ്പോഴും വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഈ പ്രാർത്ഥന ചുമ്മാ ചൊല്ലിക്കൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ കൂടുതൽ എനിക്ക് അമ്മയോട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലി തീരുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന അങ്ങനെ അറിയാതെ പറയാൻ തുടങ്ങി. ഒരു ദിവസമായപ്പോൾ എനിക്ക് ഒറ്റ ആഗ്രഹമായിരുന്നു, മാതാവി എല്ലാവരും ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഇങ്ങനെ ധ്യാനത്തിന് കൂടിയിട്ട് ഇങ്ങനെ സാക്ഷ്യമൊക്കെ പറയുന്നില്ല, എനിക്കും ഒരു ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണം. എന്ന് വെച്ചാൽ ഇന്നേ വരെ ഞാൻ ജീവിതത്തിൽ സാക്ഷ്യം പറഞ്ഞിട്ടില്ലാത്ത ആളാണ്. അപ്പോൾ എനിക്ക് നല്ലതൊക്കെ നടക്കുന്നുണ്ട്, ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി എന്നും പറയുന്ന ആളാണ്. പക്ഷേ എനിക്ക് ഈ അത്ഭുതം ഇങ്ങനെ സാക്ഷ്യം പറയുന്നതൊക്കെ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ മനുഷ്യനെ കൊണ്ട് അസാധ്യം ആയ കാര്യങ്ങളാണ് എനിക്ക് അത്ഭുതം നടക്കേണ്ടതെന്നുള്ള ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു. മനുഷ്യനെല്ലാം സാധിക്കും, പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ മനുഷ്യനെ കൊണ്ട് ചെയ്യുന്നതല്ല, ദൈവത്തിന് സാധ്യമുള്ള കാര്യം എനിക്ക് നടക്കണം, അത് ആത്മീയ കാര്യമാണ്, കൂടുതൽ നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് അച്ഛൻ്റെ ഒരു ദിവസത്തെ ധ്യാനത്തിൽ ഇങ്ങനെ പറയാം, അച്ഛൻ നമുക്ക് വേദനകൾ ഈശോയോടൊപ്പം സഹിക്കുകയാണെങ്കിൽ നമുക്കും രക്തസാക്ഷികളായിട്ട് മാറാൻ പറ്റുമെന്ന് പറയുക. അപ്പോൾ എനിക്ക് ശരീരത്തിൽ എന്ത് വേദന വന്നാലും ഞാൻ പെട്ടെന്ന് അത് പ്രതികരിക്കാത്ത ആളാണ്. മാക്സിമം ഞാനത് ഒരുപാട് സഹിക്കുന്ന ആളാണ്. അപ്പം ഞാൻ
ഓർത്ത് വേദനയൊക്കെ വന്നാൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റും, ശരീരത്തിലുള്ള വേദനയല്ലേ, സാരമില്ല. അപ്പം മനസ്സിലുള്ള വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ജപമാലയൊക്കെ കഴിഞ്ഞ് രാത്രി എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വേദന വയറ്റിൽ വേദന വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചേട്ടനോട് പറയാം, ചേട്ടാ എനിക്ക് ഒരു വയറുവേദന. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഗ്യാസ്ട്രിക് ആയിരിക്കുമോ വേറെ എന്തെങ്കിലും വേദന ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് സാരാക്കിയില്ല. പിന്നെ കഴിയും തോറും കൂടുക വേദന കൂടി വന്ന് ഒരുപാട് വേദനയായി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കരയാൻ തുടങ്ങി. പിന്നെ ചേട്ടനോട് പറയാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ, വേദന കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ശരി വന്നാൽ നമുക്ക് അടുത്ത ഹോസ്പിറ്റലിൽ പോയി നോക്കാമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറയുക എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിച്ചോ, ഫുഡിൻ്റെ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റുന്നില്ല ഡോക്ടറെ, എനിക്ക് ഇന്ന് ഡോക്ടറെ അറിയാനുള്ള ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പെയിൻ കില്ലറിൻ്റെ ടാബ്ലറ്റ് ഇഞ്ചക്ഷൻ എല്ലാം ചെയ്ത് നോക്കി, കുറച്ച് നേരം കിടത്തി നോക്കി, എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഞാൻ ഡോക്ടർ പറയാം ഇല്ല, ഞാൻ ഒരു മെഡിക്കൽ കോളേജിൽ എഴുതി തരാം. ചെന്നൈയിൽ രാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് എഴുതി തന്നു. രാത്രി 10:30-11 മണിയിരിക്കും. ഉടനെ പറഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാകും. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ച് അങ്ങനെ പോവുക. ഭയങ്കര മഴ. ആശുപത്രിയിൽ പോയി ചെന്ന് ഇറങ്ങിയ ഉടനെ ഡോക്ടറൊക്കെ പറയുക എന്ത് വേദന എന്നറിയില്ല, പെട്ടെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ പറയുക നിങ്ങൾ 3ാമത് കൺസീവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്നുവെച്ചാൽ ഞാൻ 2 മക്കളൂടെ നിർത്തുമെന്ന് വിചാരിച്ച ആളാണ്. 3ാമതൊരു ദൈവം തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. ഈ വേദനയിൽ സന്തോഷിക്കുകയാണ് ഞാൻ. അപ്പോൾ വേദനയിൽ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയാം വേദന ഉണ്ടോ എന്ന് പറഞ്ഞു. നമ്മൾ ഒരുപാട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഇനിയും ഒരു സ്കാൻ കൂടെ ചെയ്ത് നോക്കിയപ്പോഴും അവർ പറയുന്ന ഓവറി തിരിഞ്ഞിരിക്കുക, ഓവറി ടോർഷൻ എന്നാണ് പറഞ്ഞത്. എനിക്ക് ഈ ടോർഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അവർ പറയാം ഓവറി ടോർഷൻ എന്ന് വെച്ചാൽ ഈ കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഇരിക്കുക, ഓവറിയിൽ ഇങ്ങനെ ട്വിസ്റ്റായി നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ പോകാത്തത് കാരണമാണ് ഇത്രയ്ക്കും വേദനയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് കുഞ്ഞിനെയും നോക്കണം, ഈ ടോർഷൻ എങ്ങനെയാണ്. അപ്പോൾ അവർ പറയാം അബോർഷൻ ചെയ്യാതെ പറ്റത്തില്ല, ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്താലേ ഈ ഓവറി ശരിയാക്കാൻ പറ്റത്തുള്ളൂ, ഓപ്പറേഷൻ ചെയ്തെന്ന്. അപ്പോൾ ഞാൻ മാതാവിനെ നിലവിളിച്ച് കരയുക. ഞാൻ പറഞ്ഞു അമ്മേ, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമല്ലേ, 2 കുഞ്ഞുങ്ങളെ തന്നു, സന്തോഷമായി. 2 കുഞ്ഞുങ്ങളെയും മാതാവിനോട് നേർന്ന് കിട്ടിയ മക്കളാണ്. 3ാമതിനെ അമ്മ സമ്മാനമായി തന്നു. എന്നിട്ട് ഇവർക്ക് എന്താ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ്റെ കാര്യത്തിൽ അബോർഷൻ ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിലവിളിച്ച് കരയും. അവിടെ വേദനയുടെ കരച്ചിലാണോ ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണ കരച്ചിലാണെന്ന് നോക്കിയാൽ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ പോണ കരച്ചിലാണ് എനിക്ക് കൂടുതലായത്. അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞു, മാധവേ ഞാൻ ഒരു അത്ഭുതം ചെയ്യാൻ പറഞ്ഞു, പക്ഷേ വേദനയാണ് കൂടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് എനിക്കൊരു ബോധ്യമുണ്ടായി, അമ്മ എന്തോ ഒരു വലിയ അത്ഭുതം ചെയ്യാനാണ് എനിക്ക് ഈ വേദന തന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അങ്ങനെ ഇടപെടാതെ ചൊല്ലാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാം പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ മോൾക്കും എന്തെങ്കിലും മരണം സംഭവിക്കുമെന്നാണ് പറഞ്ഞ്. ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ബോഡി ഫുൾ നിലച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചേട്ടനോട് സൈൻ ചോദിച്ചു, സൈൻ ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു ഡോക്ടറെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, എനിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, കുഞ്ഞിനെ ഒന്നും ചെയ്യലേ ഡോക്ടറെ എന്ന് പറയുക. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ ഒന്നും ചെയ്തില്ലെങ്കിൽ നിനക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ മാധവനോട് നിലവിളിച്ച് കരഞ്ഞ് ഡോക്ടർ പറഞ്ഞു രാവിലെ 8 മണിക്ക് നിനക്ക് സഹിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാൻ സഹിക്കാം, മമ്മിയും പപ്പയൊക്കെ നാട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് വരാൻ വേണ്ടിയിട്ട് 1 ദിവസം രാത്രി കയറിയാൽ രാവിലെ തന്നെ വരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടർ മമ്മിയും പപ്പയും വന്നതിന് ശേഷം വെയിറ്റ് ചെയ്യുമോ ഡോക്ടറെ, മോക്ക് ഈ വേദന സഹിക്കാൻ പറ്റുമോ? എത്ര ദൂരം വരെ ഈ പെയിൻ കില്ലർ നീ സഹിക്കും? ഞാൻ പറഞ്ഞു ഞാൻ സഹിച്ചോളാം, ഞാൻ വെയിറ്റ് ചെയ്യാം ഡോക്ടറെ എന്ന് പറഞ്ഞു. രാവിലെ 8 മണിക്കില്ല 7 മണിക്ക് മമ്മിയൊക്കെ എത്തി. ഡോക്ടർ ICUയിൽ കൊണ്ടുപോവുക, എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് എന്നെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള എല്ലാ ടൂൾസൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഒരു ഡോക്ടർ എന്നെ കണ്ടിട്ട് പറയുക ഒരു സ്കാൻ കൂടെ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പെട്ടെന്ന് വാട്ട് എ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അലറിക്കൊണ്ട് വരും എൻ്റെ അടുത്ത്. എന്നിട്ട് എന്നെ നോക്കിയിട്ട് പറയുക മോളെ ഈ കുഞ്ഞ് നേരെയായി, ഈ ടോർഷൻ നേരെയായി, ഓവറി നേരെയായിരിക്കുന്നു, കുഞ്ഞിനൊന്നുമില്ല, കുഞ്ഞ് നോർമലായിട്ടിരിക്കുക, ഞങ്ങൾക്കിത് പറ്റുന്നില്ല വിശ്വസിക്കാൻ വേണ്ടി എന്ന് പറയുക ഡോക്ടർ. ഞാൻ പെട്ടെന്ന് അവരെ നോക്കി ചിരിക്കുന്നില്ല, സ്വർഗത്തിൽ ഇങ്ങനെ കണ്ണുള്ളിർത്തി പരിശുദ്ധ അമ്മേ ഇത്രയും വലിയ അത്ഭുതം ചെയ്തതിന് ഞാൻ കൂടി നന്ദി പറയുന്നെന്ന് പറഞ്ഞിട്ട് വിശ്വാസ പ്രമാണവും
ഈ ജപമാല ഇങ്ങനെ ചൊല്ലി എൻ്റെ അമ്മയോട് നോക്കി ഞാൻ പുഞ്ചിരിച്ച് ഞാൻ കരഞ്ഞ് സാക്ഷ്യം പറയും അവിടെ ഇരുന്നിട്ട്. എന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് വിശ്വാസമാണ് അമ്മയാണ് ഇത് ചെയ്തത്, അമ്മയും ഈശോയോ എനിക്ക് ഈ കുഞ്ഞിനെ തിരിച്ച് തന്നതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സിനും ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയതിന് ശേഷം ഡോക്ടർ പറയുക കുറേ പെയിൻ കില്ലറും ടാബ്ലറ്റൊക്കെ തന്നത് കാരണം മോന് എന്തെങ്കിലും ആകും, കൈകാലോ അല്ലെങ്കിൽ മൂളയ്ക്ക് എന്തെങ്കിലും ആകും എന്ന് പറഞ്ഞിട്ട് തമിഴിലാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് വരെ മോന് ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള 3 മക്കൾ ദൈവം തന്നതിനെ കൂടി നന്ദി പറയുക. മനുഷ്യർക്ക് അസാധ്യം അത് ദൈവത്തിന് സാധ്യമാണെന്ന് ലൂക്ക 18:27 പറഞ്ഞത് ആ കാര്യം ദൈവം എനിക്ക് സാധിച്ചു തന്നു. അങ്ങനെ ഇടയ്ക്ക് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ജപമാല ചൊല്ലലും പ്രാർത്ഥനയും വീട്ടിലൊക്കെ നടന്നുകൊണ്ട് പോയപ്പം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡൗണായി. പ്രാർത്ഥനയിൽ ഡൗൺ ആയതല്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ ചേട്ടന് ചിലപ്പോൾ ഡൗൺ ആവും. ചേട്ടൻ പറയും, മാതാവ് മാത്രം മതിയോ നിനക്ക്, എപ്പോഴും ജപമാല ചൊല്ലിയാൽ മാത്രം മതിയോ, ബൈബിൾ വായിക്കും, ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും, ഇതിന് നീ ചുമ്മാ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ വേറെ എന്താ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ പറയുക, ഇതൊക്കെ നിർത്തി വെച്ച് നോക്കും, ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കാമെന്ന്. അങ്ങനെ കുറച്ച് നാൾ ചേട്ടൻ പ്രാർത്ഥനയ്ക്കൊന്നും വരത്തില്ല, നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ ചൊല്ലിക്കോ, പ്രത്യക്ഷീണ പ്രാർത്ഥനയ്ക്കൊന്നും എഴുന്നേൽക്കത്തില്ല, 5:30-ക്കൊന്നും എഴുന്നേൽക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. എല്ലാവർക്കും കൊറോണ ഒന്നും വരത്തില്ല എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് തന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കൊറോണ വന്നപ്പോൾ എല്ലാവരും കൊറോണയിൽ ഇങ്ങനെ കോവിഡ് കാരണം മരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമ്മളെവിടെ പോകും? എനിക്ക് ഈ പാതാളത്തിലും ശുദ്ധീകരണ സ്ഥലത്തൊന്നും പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ഈശോയെ എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് ഈശോയുടെ ഒപ്പം കൊണ്ടുപോകാൻ എന്നെ വഴി നടത്തണമെന്ന് ഞാൻ ഒരുപാട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യം, എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കും. ഈ അത്ഭുതമൊക്കെ നടന്നപ്പോൾ കുറേ പേർക്ക് സാക്ഷിയൊക്കെ പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് മാത്രമാണോ മാതാവ് ഉള്ളത്, ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങൾക്ക് ഒന്നും അത്ഭുതം നടക്കത്തില്ല, ഞങ്ങൾക്ക് മാത്രമാണോ നടക്കുന്നതൊക്കെ കുറേ പേര് അസൂയ കൊണ്ട് ഞങ്ങൾക്ക് ആരും, ചിലർ സംസാരിക്കാണ്ട് പോയിട്ടുണ്ട്, ചിലർ കുടുംബത്തിലുള്ളവരൊക്കെ മാറിപ്പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്ത് തന്നെ വന്നാലും ഞാൻ ഈശോയിനെ മാതാവിനെ വിടത്തില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോ പറഞ്ഞിട്ടില്ലേ, എന്നെ കഷ്ടപ്പെടുത്തിയവർ എന്ന് വെച്ചാൽ തമിഴിൽ പറയും, എന്നെ തുൻപുറുത്തിനവർ ഉങ്ങളെയും തുൻപുറുത്തുവാർ എന്ന് ഞങ്ങളുടെ ഇടവകയിലെ അച്ഛനൊക്കെ എപ്പോഴും പറയും. അത് ആ ബൈബിൾ വചനം എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും. ഈശോയിനെ കഷ്ടപ്പെടുത്തിയതുപോലെ നമ്മളെയും കുറേ പേര് കഷ്ടപ്പെടുത്തും. എന്നാലും നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കിയാലും നമ്മൾ ഈശോയിനെയും മാതാവിനെയും വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് മുറുകെ പിടിച്ച് ജപമാലയും പ്രാർത്ഥനയും ദിവ്യബലിയും ഒരു ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രാർത്ഥന ചെയ്യണോ അതൊക്കെ എല്ലാം ഇരുന്ന് മുറുകെ പിടിച്ച് ചെയ്യുന്നു. ഇന്ന് കുടുംബത്തിൽ കുറേ കഷ്ണങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും ദൈവം ഞങ്ങൾക്കൊരു ഈശോയുടെ ഒരു സമാധാനം ഞങ്ങൾക്ക് കിട്ടി. മാതാവിൻ്റെ ഒരു വലിയ സ്നേഹം ഞങ്ങൾക്ക്, ഈശോയുടെ സ്നേഹം അങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ വരുക, ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയണമെന്ന് ഓർത്തല്ല വന്നത്. പെട്ടെന്ന് ഞങ്ങളെ മാതാവ് കയറ്റി അയച്ചതാണ്. പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ തോന്നി. മോളും മക്കളൊക്കെ പറയാ 10 ദിവസം ലീവല്ലേ, കോട്ടകളി ലീവല്ലേ, കൃപാസനത്തിൽ പോയിട്ട് വരാമോ അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചേട്ടൻ പറഞ്ഞു, ആ ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് ചേട്ടൻ പറയുന്ന ആളല്ല, കൃപാസനമൊക്കെ പെട്ടെന്ന് പറയുന്ന ആളല്ല ചേട്ടനെ കൊണ്ട് പറയിപ്പിച്ച്. അതിന് 2 ദിവസം മുമ്പിൽ തന്നെ ഞാൻ പറയുക, മാതാവേ കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അമ്മ ഇതിൽ ഒരു വലിയ അത്ഭുതം ചെയ്യണം, ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, ചേട്ടൻ്റെ ഭാഗമുണ്ടോ മക്കളുടെ ഭാഗമുണ്ടോ പറയണമെന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നു. അതേപോലെ തന്നെ ചേട്ടൻ തന്നെ പറയുക, ശരി പോയിട്ട് വരാം. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാൽ ഇവിടെ 3 ദിവസമായിട്ട് ഇവിടെ നിൽക്കുക. സാക്ഷ്യം പറയണമെന്നുള്ള ഒറ്റ ചിന്ത ഒന്നുമില്ല. സാക്ഷി ഇങ്ങനെ വരുന്നവരടുത്തും പോകുന്നവരടുത്തും പറയുന്നതല്ലാണ്ട് ഇങ്ങനെ മയക്ക് പിടിച്ച് പറയുന്നത് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇപ്പം മാതാവിനോട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ സാക്ഷ്യം കാണുമ്പോൾ ചേട്ടനോട് പറയുക, നമ്മൾ ഇതുവരെ 2019 എടുത്തതാ ഉടമ്പടി ഞാനത് ഓൺലൈനിൽ എടുത്തതാണ്. നിയോഗം ഒന്നും വച്ചിട്ടില്ലായിരുന്നു, ഒറ്റ നിയോഗം മാത്രമേ ഉള്ളായിരുന്നു, എൻ്റെ ജീവിത അവസാനം വരെ മാതാവും ഈശോയും കൂടെ ഉണ്ടാവണം. ഈ ഒറ്റ നിയോഗം മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു. അതേപോലെ ഇന്ന് വരെ ഈശോയും മാതാവും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു സാക്ഷ്യത്തിന് അടയാളമായിട്ടാണ് മോൻ്റെ കാര്യവും ഞങ്ങളുടെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വേറെ ഒരു കാര്യവും ഞാൻ ചോദിച്ചിട്ടില്ല. ജോലിയുടെ കാര്യമോ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ വേറെ എന്തും രോഗത്തിൻ്റെ കാര്യമോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ആത്മീയ രക്ഷയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതേപോലെ ഈ കൃപാസന ഇവിടെ വേദിയിൽ അച്ഛൻ പറയുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഇത് ലോകത്തിൻ്റെ ഈ ലോക അവസാനത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് ഓരോ സാക്ഷ്യങ്ങളും.
ഇത് ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന ഒരു വഴിയായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഇത് വെറുതെ ഒരു കൃപാസനമല്ല. ഈ അവസാന ലോകത്തിൻ്റെ കാലത്തിൻ്റെ അടയാളം, അവസാനത്തിൻ്റെ ഒരു കാലത്തിൻ്റെ ഒരു ഇതാണ് ദൈവം അനുവദിച്ച് ഇറക്കിയതാണ്. എന്ന് വെച്ചാൽ ഒരിടത്തും ഇതുപോലത്തെ ഒരു ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതും ഞാൻ കണ്ടിട്ടില്ല. കുറേ ഇടത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് മെസ്സേജ് സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഓരോരുത്തരും എന്നുവെച്ചാൽ ജ്ഞാനസ്നാനം എടുക്കേണ്ട, കുർബാന ഒന്നുമില്ല. ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും പെട്ടെന്ന് വന്ന് തന്നെ ഇവിടെ ഉടമ്പടി എടുത്ത്, ഉടമ്പടി എന്ന് വെച്ചാൽ നമ്മൾ പാപങ്ങളൊന്നും ചെയ്യാണ്ടിരുന്ന ദൈവം ഇറങ്ങി വന്ന് നമ്മളെ സ്നേഹിക്കുന്നത്. എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടും. മാതാവിനെയൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട ആളാണ്. മാതാവ് കുറേ മെസ്സേജൊക്കെ തന്നിട്ടുണ്ട്, കുറേ വചനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും മാതാവിനെ ഒത്തിരി സ്നേഹിക്കുന്നത് കാരണമല്ല, ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മാതാവിൻ്റെ എന്തെങ്കിലും ഒരു അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മാതാവ് കൊണ്ടുവരാതെ ഇവിടെ ആരും ഈ കൃപാസനത്തിൻ്റെ അവിടുത്തെ കാല് കുത്താൻ പറ്റത്തില്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക. ഇത്രയും ചെയ്ത് മാതാവിനും ഈശോയ്ക്കും കൂടി നന്ദി പറയും. പിന്നെ കാരുണ്യ പ്രവൃത്തി എനിക്ക് പറയാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കയ്യിൽ കാശ് കിട്ടിയാൽ കാശ് എൻ്റെ കയ്യിലിരിക്കത്തില്ല. എനിക്ക് ആർക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ പറ്റത്തില്ല. അങ്ങനത്തെ ആളാണ്. ചേട്ടനോട് കുറേ വഴക്ക് മേടിച്ചിട്ടുള്ള ആളാണ്. പൈസയൊക്കെ നീ എങ്ങനെ കൊണ്ട് തീർക്കുന്നത് അറിയില്ല. എന്നുവെച്ചാൽ എനിക്കുണ്ടായതൊന്നും നോക്കത്തില്ല. പേഴ്സിൽ പൈസ ഇരിക്കത്തില്ല. കിട്ടുകയാണെങ്കിൽ അതിനങ്ങനെ തീർക്കും. എൻ്റെ മോളും എല്ലാവരും പറയും, അമ്മയുടെ കയ്യിൽ കാശ് തന്നാൽ പിന്നെ തീർക്കും, ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുക. കാണുന്നവരെയൊക്കെ ഞാൻ കുറച്ച് വയസ്സായ അമ്മച്ചിമാരെ കണ്ടാൽ പിന്നെ മാതാവിനായിട്ടാണ് കാണുന്നത്. വയസ്സായ അപ്പച്ചന്മാരെ കണ്ടാൽ എനിക്ക് ഈശോയായിട്ടാണ് കാണുന്നത്. സഹോദരങ്ങളെ കാണുമ്പോൾ യേശു 33 വയസ്സിൽ കുരിശ് ചുമന്ന അതുപോലെ എനിക്ക് കാണുന്നത്. വഴിയിൽ ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ ഓരോ അപ്പച്ചന്മാരും ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാരണം അവരെ കാണാൻ സഹിക്കാൻ പറ്റുന്നില്ല. ഈശോ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, ലോകത്തിന് വേണ്ടിയൊക്കെ എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും. ഈശോയുടെ ചെറിയ വേദന പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഈശോയെ. ഇവിടെ കിടക്കുന്നവരൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം, അവരെയൊക്കെ മദർ തെരേസയെ പോലെയൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വരും. അമ്മയുടെ കരങ്ങളിൽ ഈ അപ്പച്ചനെ അമ്മച്ചി ഞാൻ സമർപ്പിച്ചിട്ട് വരുക. അങ്ങനെ പറഞ്ഞിട്ട് പോയി പള്ളിയിലിരുന്ന് ആരാധന ചാപ്പിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും. അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും അവർക്ക് സൗഖ്യം കൊടുക്കണമെന്നൊക്കെ. ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട് അമ്മ. മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 6-7 വർഷമായിട്ട് മക്കളില്ലാത്ത ഒരു ചേച്ചി, അവർക്ക് ഇപ്പോൾ 3 മാസമായി പ്രഗ്നൻ്റായിട്ട്. മാതാവിനെയൊക്കെ ഞാൻ ഈ പത്രമൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പറയാൻ പോയാൽ നിർത്താൻ പറ്റത്തില്ല, അത്രയ്ക്ക് വലിയ സാക്ഷ്യങ്ങളാണ്. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഇങ്ങനെ കൊടുക്കും, എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. പിന്നെ കുമ്പസാരിക്കും. ആഴ്ചയിൽ മുടങ്ങാതെ ഞായറാഴ്ച ബലിയൊക്കെ കാണും. ദിവ്യബലി ദിവസവും ദിവ്യബലി കാണും. ഞായറാഴ്ചയൊക്കെ 2-3 ദിവ്യബലിയൊക്കെ കാണും. പിന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്, എവിടെ പോയാലും ഒരുമിച്ചാണ് പോകുന്നത്. എല്ലാത്തിനും ഈശോ ഇത്രയും ദൂരം വഴി നടത്തി ഞങ്ങളുടെ കുടുംബത്തിനെ ഓർത്ത് ഈശോയ്ക്ക് അമ്മയ്ക്കും കൂടി നന്ദി പറയുന്നു. ഇനിയും വരുന്ന മക്കളെയും ഇതുപോലെ സാക്ഷികളായിട്ട് മാറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രഭാഷകൻ 2-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക. മോളി ജോൺ എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും 3 മക്കളോടുമൊപ്പം കൃപാസനം മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ബോധ്യങ്ങളെ, ആത്മീയ ജീവിതത്തെ എത്ര കണ്ട് ദൈവസ്നേഹത്തോടുകൂടി മറ്റുള്ളവരോട് ഇടപഴകുന്നു എന്ന സാക്ഷ്യം നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയായിരുന്നു. മകൾ 2019 മുതൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കൃപാസനത്തിൽ ജോസഫച്ചൻ്റെ ധ്യാനങ്ങളും ഉടമ്പടിയുടെ ആത്മീയതയും നന്നായി ജീവിച്ച് മുന്നേറുന്ന സഹോദരിയും കുടുംബവുമാണെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി. ആദ്യ നിയോഗം മുതൽ അവസാന നിയോഗം വരെയും ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ഒരിക്കലും ഒന്നും എഴുതി വയ്ക്കാറില്ല. കുടുംബത്തിന് ഭൗതികമായ വലിയ പ്രതിസന്ധികൾ ഇപ്പോഴുമുണ്ട്. ഈ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ഈ കുടുംബനാഥൻ എന്നോട് സംസാരിച്ചതാണ്. പക്ഷെ അതൊന്നും
ഇവരുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. കാരണം സഹോദരി പറഞ്ഞ സാക്ഷ്യം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ എത്ര കണ്ട് വേദനിക്കുന്നുവോ അത് ഈശോയുടെ പീഡാസഹനത്തോടുള്ള ചേർച്ചയാണ്. ഞാൻ അതുകൊണ്ട് വേദനകൾ സഹിക്കുവാൻ തയ്യാറാണ് എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്ന കാലത്താണ് ശക്തമായ ഒരു വയറുവേദന വരികയും ആശുപത്രിയിൽ പോവുകയും ഉദരത്തിലൊരു കുഞ്ഞുണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. അത് സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷെ അതിനോടൊപ്പം പിന്നാലെ അറിയുന്നത് ഏറെ ക്ലേശമുള്ള കാര്യമാണ്. ഒവേറിയൻ ടോർഷൻ എന്നാണ് സഹോദരി സൂചിപ്പിച്ചത്. ഗൂഗിളിൽ നിങ്ങളതൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഒവേറിയൻ ടോർഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സർജറിയിലൂടെ ഫലോപ്പിയൻ ട്യൂബ് നേരെ തിരിച്ചിട്ടാൽ മാത്രം വരുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഉദരത്തിലുള്ള കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞത്. മകൾ ആ സാക്ഷ്യം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. മകൾ എന്താ പറഞ്ഞത്? അത്രയും വലിയ ഡോക്ടർമാർ ഈ അബോർഷനെക്കുറിച്ച് പറയുകയും സർജറിയെക്കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ ഞാൻ അമ്മ മാതാവേ എന്ന് വിളിച്ച് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ പൂർണ്ണമായും അമ്മയ്ക്ക് വിട്ടുകൊടുത്ത് ശരണപ്പെട്ട് ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം സംഭവിച്ചത് ആ ഒവേറിയൻ ടോർഷൻ, ആ ഫലോപ്പിയൻ ട്യൂബ് പിണഞ്ഞു കിടക്കുന്നത് അത് സ്വയമേവ നേരെയാവുകയും യാതൊരു മരുന്നോ ചികിത്സയോ ഇല്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞ് അവർക്ക് മൂന്നാമത്തെ കുഞ്ഞായി പിറക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ്. അതൊട്ടും ചെറിയൊരു കാര്യമല്ല. കാരണം ആ മേഖലയുമായി ബന്ധപ്പെട്ടവർക്കറിയാം, വളരെ ഗൈനക് എമർജൻസി സിറ്റുവേഷനുള്ള ഒരു കാര്യമാണ് സൂചിപ്പിച്ചത്. എന്നാൽ ഒരു നിസ്സാരമായി, എത്ര നിസ്സാരമായി ഇത്ര വലിയ ഒരു ഭാരപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നത്തെ അമ്മ മാതാവ് മകൾക്ക് സൗഖ്യമാക്കി കൊടുത്തുവെന്ന് മാത്രമല്ല, ഉദരത്തിലുള്ള കുഞ്ഞിന് യാതൊരു ആരോഗ്യ വിഷയവും ഉണ്ടായില്ല. കാരണം രക്ത ഓട്ടം കുറഞ്ഞു പോകും, കൂടുതൽ ഡാമേജ് യൂട്രസിലുണ്ടാവും, ആ വ്യക്തിക്ക് തന്നെ കൂടുതൽ ഡാമേജുകളുണ്ടാകും. ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെ തലച്ചോറിലേക്ക് അധികം പ്രവാഹങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഡൗൺ സിൻഡ്രത്തിന് സാധ്യതയുണ്ട്. ഒട്ടനവധി വിഷയങ്ങൾ ഈ ഒവേറിയൻ ടോർഷനിലൂടെ ഉണ്ടാവാറുണ്ട്. അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഇഷ്യൂ ആണ് സഹോദരി വളരെ കൂളായി സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ പറയുക. അമ്മയെ വിളിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അത് സ്വയമേവ നേരെയാവുകയും യാതൊരു ചികിത്സയുമില്ലാതെ കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തി പിറവി കൊടുക്കുവാൻ എന്നെ സഹായിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ചെറിയ കാര്യമല്ല. ഉടമ്പടി ജീവിതം ഇൻവെസ്റ്റ് ചെയ്യുവാൻ, ജീവിതം കൊടുക്കുവാൻ തയ്യാറാകുന്നവർക്ക് തിരികെ ജീവൻ നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്ന വലിയൊരു പദ്ധതിയാണ്. ഏത് വിഷയത്തിന്മേലും, ജീവിതത്തിൻ്റെ ഏത് വിഷയത്തിന്മേലും, നമുക്ക് തന്നെ അറിവില്ലാത്ത വിഷയത്തിന്മേൽ ദൈവം നമുക്ക് വേണ്ടി കൂടെ നിന്ന് സഹായിച്ചിട്ട് പറയും എന്താണിതെന്ന് പരിശോധിക്കുവാനായിട്ട്. ശരിക്കും ഈ അൽത്താരയിൽ പലരും സാക്ഷ്യം പറയുമ്പോഴാണ് ഇവർ പറയുന്ന രോഗം എന്തെന്ന് ശരിക്കും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നത്. എന്താണ് ഈ രോഗം? ആ രോഗം വായിച്ചു പോകുമ്പോൾ ചികിത്സയില്ലാത്തതോ പരിഹാരമില്ലാത്തതോ തിരികെ ജീവനിലേക്ക് വരാൻ പറ്റാത്തതോ വലിയ അപകടം വരുന്നതുമായ വിഷയങ്ങളായിരിക്കും ആ സഹോദരങ്ങൾ അൽത്താരയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ വളരെ എളിമയോടെ സന്തോഷത്തോടെ പറയും, അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം, അമ്മ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ്, ഞങ്ങൾ അത് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യപ്പെട്ടുവെന്നാണ്. അതൊരിക്കലും ഡോക്ടർമാർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല. ദൈവത്തിൻ്റെ ശക്തി അത്ര വലുതാണ്. അന്ന് ഗലീലയിൽ തളർവാദ രോഗിയെ കലമാൻ്റെ കുതിപ്പ് കൊടുത്ത് എഴുന്നേൽപ്പിച്ചുവെങ്കിൽ, മരിച്ചുപോയവനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നെങ്കിൽ, ബദിരന് വീണ്ടും കേൾവി കൊടുത്തുവെങ്കിൽ, അതേ കർത്താവ് ഇന്നും ജീവനോടുകൂടി ജീവിതത്തിൻ്റെ ഏതൊരു വലിയ വിഷയത്തെയും ഏറ്റെടുക്കുന്നുവെന്ന് ഇത്തരം സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. പിന്നീട് സഹോദരി പറഞ്ഞത് മുഴുവനും നിത്യതയെക്കുറിച്ചുള്ള ജീവിതത്തിൻ്റെ സന്തോഷമാണ്. ശരിക്കും അത് ഈ ദിവസങ്ങളിൽ ഈ ബലിപീഠത്തിൽ കുർബാന അർപ്പിക്കുമ്പോൾ ഞാനത് കണ്ടൊരു കാര്യം കൂടെയാണ്. കാരണം ഈ അമ്മയും മോളും കുർബാന സ്വീകരിക്കുവാൻ വേണ്ടി വരുമ്പോൾ ഈ അൽത്താരയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്ന് കരം കൂപ്പി
വളരെ ആദരവോടെ വണങ്ങി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഈ നാട്ടിൽ അങ്ങനെ അധികം കാണാറില്ല. ഇപ്പോൾ അങ്ങനെ മുട്ടുകുത്തി വണങ്ങി കരം കൂപ്പി കുർബാന സ്വീകരിക്കുന്നത് ഞാൻ അപ്പോൾ തന്നെ മനസ്സിലിങ്ങനെ ഈ ദിവസങ്ങളിൽ ആലോചിക്കുന്നുണ്ട്. ഇവർ ഏതോ പുറംജാതി എന്നുള്ളവരാണല്ലോ, പുറം നാട്ടിൽ നിന്നുള്ളവരാണല്ലോ, ഇവിടെ എങ്ങും ഉള്ളവരല്ലല്ലോ എന്ന്. അത് എന്താണെന്ന് സഹോദരൻ്റെ സാക്ഷ്യത്തിലൂടെ പറയുന്നുണ്ട്. ഈശോയും മാതാവും കൂടെ ഉണ്ടാവണം, ആത്മരക്ഷയ്ക്ക് വേണ്ടി ഓരോ ദിവസവും ജീവിക്കുവാൻ പറ്റണം, എത്ര കണ്ട് പാപത്തിൽ നിന്നകന്ന് വിശുദ്ധിയോടുകൂടി ആത്മശുദ്ധിയോടുകൂടി ജീവിതത്തെ ഈശോയ്ക്ക് കൊടുക്കാനാകുമോ അതിനുവേണ്ടി ഓരോ ദിവസവും ഉണരണം, ഉറങ്ങുന്നത് വരെയും അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ്. അതിന് നമ്മൾ ശരിക്കും ഒന്ന് ഹൃദയം പിടഞ്ഞത്, ഒന്ന് കണ്ണു നിറഞ്ഞത് സഹോദരി കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോഴാണ്. വഴിയിൽ കിടക്കുന്ന രോഗികളെ, വൃദ്ധരെ, ഒരുപക്ഷെ ഡ്രഗ് അടിച്ച് കിടക്കുന്നവരെ ഒക്കെ കാണുമ്പോൾ മുറിവേറ്റ് കിടക്കുന്ന ക്രിസ്തുവായി കാണുവാനും അത് ഹൃദയത്തിൽ നൊമ്പരമായി മാറാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനും ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരു ആത്മീയത ഉള്ളിലുണ്ടെന്ന് പറയുന്നത് ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിന് മാത്രമേ അങ്ങനെ ഉണ്ടാവൂ എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ഉണ്ടാവേണ്ട റിസൾട്ട് ഇതാണ്: നിത്യതയെ സ്വപ്നം കാണുക, പാപത്തെ വെറുത്ത് വിശുദ്ധിയിൽ ജീവിക്കുക, ദൈവസ്നേഹത്തോടുകൂടി മുറിവേറ്റവരോടും ദരിദ്രരോടും ആരുപോലും ഇല്ലാത്തവരോടും ഏറ്റവും എമ്പതറ്റിക്കായി ജീവിതത്തെ പങ്കുവയ്ക്കുവാനുള്ള സന്മനസ്സുണ്ടാവുക, ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി എന്നും ജീവിക്കുക. സഹോദരി പറഞ്ഞു, ഞായറാഴ്ച അവരുടെ പള്ളിയിൽ 5 കുർബാനയുണ്ടെങ്കിൽ 5 കുർബാനയിലും പങ്കെടുക്കും. അന്ന് മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത് മോളെന്നോട് പറഞ്ഞതാണ്. അന്ന് എൻ്റെ പള്ളിയിൽ 5 കുർബാനയുണ്ടെങ്കിൽ ഞങ്ങൾ കുടുംബം മുഴുവനും പോയി 5 കുർബാനയിലും പങ്കെടുക്കും, മറ്റ് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈശോയും ഈശോയുടെ ബലിയും കഴിഞ്ഞേ ജീവിതമുള്ളൂ. ഇതാണ് ഉടമ്പടി നമുക്ക് തരേണ്ട ഒരു മാറ്റം. അത് ആത്മീയമായൊരു വളർച്ചയാണ്. ഈശോയെ ഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിച്ചു കൊണ്ടുള്ളൊരു ജീവിതമാണ്. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈശോയുടെ മനസ്സ് സൂക്ഷിക്കുന്ന ഒരു മനോഭാവമാണ്. അത് വളരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച എല്ലാ ബോധ്യങ്ങൾക്കും അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.